ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ വിഷുവിൻ്റെ കണിവെക്കുന്ന തിരക്കിലാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. അപ്പോൾ വിഷു ദിവസം കാലത്ത് കണിയെല്ലാം കണ്ട് പടക്കമെല്ലാം പൊട്ടിച്ച് കൈനീട്ടം കൊടുക്കുക എന്നത് തന്നെയാണ് ഈ വിഷുവിന് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ഞങ്ങൾ ആ കണി വെക്കുന്ന തിരക്കിൽ ആ സാധനങ്ങളെല്ലാം ഒരുക്കുന്നൊരു രംഗമാണിത്. അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ കണി വെക്കാറുള്ള ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, വെള്ളരിക്ക, പൈനാപ്പിൾ, പഴം, മാംഗോ. ഈ മാങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ കായ്ച്ച സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് ഇന്നലെ വലിച്ചു വെച്ചതാണ്. ഈ ഉരുളിയിലാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുക. പിന്നെ ഒരു നീല കൃഷ്ണനെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഓടക്കുഴയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കൃഷ്ണനെ ആദ്യം ഒരു പലകയിൽ നിർത്തി തൊട്ട് താഴെ ഉരുളി വെച്ചു. ഇനി ഈ ഉരുളിയിലോട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും വെച്ചു. സാധനങ്ങൾ വെച്ചപ്പോൾ തികയാത്തൊരവസ്ഥയായി. അപ്പോൾ വീണ്ടും ചെറിയൊരു ഉരുളി എടുത്തിട്ട് അതിലും കുറച്ച് സാധനങ്ങൾ വെച്ചു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. പുതിയ മുണ്ടും സാരിയും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ വെറ്റില നമ്മളതൊരു അടുക്കി വെക്കുന്നൊരു സീനാണ്. നല്ല രസമില്ല വെറ്റില വെച്ചത്. അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇളവൻ പിന്നെ നമ്മൾക്ക് വിഷു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കൊന്നപ്പൂവാണല്ലോ. അപ്പോൾ നമ്മൾ ആ വെറ്റില അടുക്കി വെച്ചതിലേക്ക് കളിയെടുക്കുക എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഇട്ടു. പിന്നെ വിഷു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കൊന്നപ്പൂവും പൈസയും തന്നെയാണ്. കാരണം ഈ നമ്മൾ വിഷു കാലത്ത് കണി കണ്ടതിന് ശേഷം കൈനീട്ടം കൊടുക്കുക എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ നമ്മുടെ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിറയെ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ നോട്ടുകളാണ് കൂടുതലും വെച്ചത്. വിഷുക്കൊന്ന ധാരാളം കിട്ടി. സാധാരണ എല്ലാ വിഷുവിനും എനിക്ക് വിഷുക്കൊന്ന കിട്ടാറില്ല. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഇഷ്ടംപോലെ വിഷുക്കൊന്ന എനിക്ക് കിട്ടി. ഞാൻ പോകും മരത്തിൽ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട് എന്ന് പറയണം ഗൈസ്. വീഡിയോ കാണുന്നവർ മനോഹരമായിട്ടുണ്ടോ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ സെറ്റ് ചെയ്യാറ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയ സാരിയാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ചു എന്നുള്ളൂ. പുളിയവര, ഇത് പുളിയവരയ്ക്കാന്നാണ് പറയാം കേട്ടോ. ഞങ്ങൾ പാലക്കാട്ടുകാർ ഒരു മയിൽപ്പീലിയൊക്കെ കൃഷ്ണന് ചാർത്തി കൊടുത്തു. നമ്മൾ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. പുത്തൻ നോട്ടുകൾ 50-ൻ്റെ, 100-ൻ്റെ, 200-ൻ്റെ, 500-ൻ്റെ അങ്ങനെ. ഭാര്യ കുറച്ചൊക്കെ എവിടെ നിന്നൊക്കെ ശേഖരിച്ച് വെച്ച പൈസയാണ്. അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ. അങ്ങനെ കൈനീട്ടത്തിന് വേണ്ടി ഒരുപാട് പൈസ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അതിൽ വെച്ചു. ഇത് കൈനീട്ടം കൊടുക്കാനാണ് കേട്ടോ ഗൈസ്, കാലത്ത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്. പിന്നെ മോള് എനിക്ക് ഉണ്ടായതിന് ശേഷം ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അതൊരു എനിക്കൊരു പ്രാധാന്യം തന്നെയാണ്. അപ്പം നമ്മൾ അതെല്ലാം ഇത്രയും പൈസ എല്ലാം വൃത്തിക്ക് സെറ്റ് ചെയ്ത് നമ്മളത് അടിപൊളിയാക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ടാണ് കാലത്ത് കൈനീട്ടം കൊടുക്കുന്നത്. പിന്നെ കുറേ ചില്ലറ പൈസയുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാറ്? അങ്ങനെ നമ്മൾ അതെല്ലാം വെച്ചു ഗൈസ്. കുറേ പൈസ, ചില്ലറ പൈസ. പിന്നെ നമ്മുടെ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡെല്ലാം വെക്കാം. ഒന്ന് വെച്ചാൽ മതി, ഒന്ന് വെക്കാം, അങ്ങനെയൊക്കെ വെക്കാം. ഞാൻ വൈഫിൻ്റെ ഗോൾഡ് എടുത്തിട്ടാണ് വെച്ചത്. പിന്നെ കുറച്ച് ചില്ലറ പൈസ എല്ലാം ഉണ്ട്. സരസ്വതി ദേവിയുടെ ഇതുള്ളൊരു ഗോൾഡ് ഞാനവിടെ വെച്ചു. കുറച്ച് നെല്ലൊക്കെ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പുതിയ ഇത് ഞങ്ങൾ കിണ്ടിയെന്നാണ് പറയുക. അതിൽ വെള്ളം നമ്മളാക്കി വെച്ചിട്ടുണ്ട്. കാലത്ത് വിളക്ക് വെക്കാൻ തിരിയിട്ട് വിളക്ക് എണ്ണയെല്ലാം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ. അങ്ങനെ നമ്മൾ വിഷുക്കണിക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയാം അല്ലേ. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വൃത്തിക്ക് ചെയ്ത് വെച്ചു. സമയം 11-11:30 ആയിട്ടോ.
ചക്കയാണ് ഇതിൽ ഹൈലൈറ്റ്. ചെറുനാരങ്ങ, മുന്തിരി എല്ലാം ഉണ്ട്. പൈനാപ്പിൾ, പൂവമ്പഴമാണ് നമ്മൾ വിഷുക്കണിക്ക് വെക്കാറ്. അങ്ങനെ പൂവമ്പഴം വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി കാലത്തെണിക്കുക, മറ്റേ കണി കാണുക, പടക്കം പൊട്ടിക്കുക. രാത്രി പിന്നെ എല്ലാവരും ഉറങ്ങിയതുകൊണ്ട് ഞാനും വൈഫും കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. അങ്ങനെ അടിപൊളിയായി സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് പടക്കമാണല്ലോ. ഞാൻ സത്യം പറയാലോ, ഒരു 10,000 രൂപയ്ക്കടുത്ത് ഞാൻ പടക്കം വാങ്ങിച്ചിട്ടുണ്ട്. നുണയല്ല കേട്ടോ ഗൈസ്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ ഇതിൻ്റെ റേറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ഇതാ 10,999 രൂപയുടെ ഒരു ബോക്സാണ്. അപ്പോൾ നമ്മൾക്കത് ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടി. അതുകൊണ്ട് ആ ഒരു ബോക്സ് ഞാൻ അങ്ങനെ എടുത്തു. ആ ബോക്സും പിന്നെ ഒരു കവറിൽ കുറച്ചും, അങ്ങനെ ഒരുപാട് പടക്കങ്ങൾ നമ്മൾ വാങ്ങിച്ചു. വർഷത്തിലൊരിക്കലല്ലേ ഈ വിഷു എല്ലാം വരുള്ളൂ. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത് ഉറങ്ങാം. പിന്നെ കാലത്ത് നേരത്തെ എണീക്കുക. ഒരു 3:30-4 മണിക്ക് എണീച്ച് വിളക്കെല്ലാം കൊളുത്തി, ചന്ദനത്തിരിയെല്ലാം കൊളുത്തി വിഷു കണി കാണുക. ഓരോരുത്തരെയും നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിക്കുക. അങ്ങനെ നമ്മൾ കാലത്തെണിച്ചു കണി കാണാൻ തുടങ്ങുകയാണ്. വിളക്കെല്ലാം കൊളുത്തി, ചന്ദനത്തിരിയെല്ലാം കൊളുത്തി. ഇനി ഓരോരുത്തർ വന്ന് കണി കാണുമ്പോൾ നമ്മൾ അവർക്ക് കൈനീട്ടം കൊടുക്കുകയാണ്. വയസ്സിൽ മൂത്തവരെ താഴെയുള്ളവർക്കാണ് കൊടുക്കാറ്. അങ്ങനെ കണിയെല്ലാം കഴിഞ്ഞ് കൈനീട്ടം കൊടുത്തു. പിന്നെ നമ്മുടെ അടുത്ത പണി എന്താ? പടക്കം പൊട്ടി. അതിനായി നമ്മൾ ആ ബോക്സ് അങ്ങോട്ട് തുറക്കുക കേട്ടോ. ഈ 10,000 രൂപയുടെ ഒരു ബോക്സാണ് അതിൽ. ആദ്യം തന്നെ 15 മേലെ ആകാശത്ത് പോയി പൊട്ടുന്നുണ്ട്. ചീനിപ്പടക്കമുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. ഒരുപാട് പടക്കങ്ങളുണ്ട്. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇത്ര പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. ഇതിനു മുമ്പും ആഘോഷിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇപ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അങ്ങനെ നമ്മൾ വിഷുക്കണി കണ്ടു കഴിഞ്ഞു. പാറൂസ് മോളെ എണിച്ചിട്ടില്ല, ഉറക്കത്തിലാണ്. മോളെ എണീറ്റ് ഈ കണി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിഷുക്കണി എന്ന് പറയുന്നത്. അങ്ങനെ കണി കണ്ടു കഴിഞ്ഞ് പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാ, അടിപൊളി അല്ലേ? അങ്ങനെ ഒരുപാട് പടക്കങ്ങളുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതെല്ലാം പൊട്ടിച്ചിട്ട് എത്ര മണിക്ക് കഴിയും എന്നുള്ളത്. കാരണം ഇതെല്ലാം നമ്മൾ തന്നെ പൊട്ടിക്കുന്നല്ലോ. ഇങ്ങനെ മത്താപ്പും, പൂക്കുറ്റി, കമ്പിത്തിരി, ശരപ്പടക്കം എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടത്. പടക്കം പൊട്ടിക്കലും ഈ ഇതും എല്ലാം. മൊബൈൽ മറ്റേ ക്യാമറ ചെയ്യുന്ന ഒരു ഇതുണ്ട്. പിന്നെ അത് ചീനിപ്പടക്കമാണ് 100 എണ്ണം. ഇതാണ് ക്യാമറ പടക്കം. കണ്ടോ, ഫ്ലാഷ് അടിക്കുന്നത് കണ്ടില്ലേ? ഇത് ഭയങ്കര രസമുള്ളൊരു സംഭവം കേട്ടോ. പക്ഷെ കുറേ നേരം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് പോകും. ഇതിനൊക്കെ നല്ല പൈസയായിരുന്നു. അടിപൊളിയല്ല അത്? അങ്ങനെ വിഷു സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം നല്ല രീതിയിൽ ആഘോഷിച്ചു. ചെക്കൻ അതെ കയ്യിലൊക്കെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിഷു ചക്രം ഇത് കാണില്ലേ? കുട്ടികൾ കളിക്കുന്നതെല്ലാം പടക്കത്തിൽ ചിത്രം കൊടുത്തി. കാരണം കുട്ടികളെ ഇതിലേക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പടക്കങ്ങളെല്ലാം ഏകദേശം പൊട്ടിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ പോയിട്ട് ഇനി അടുത്ത കലാപരിപാടികളാണ്. ഗൈസ് എല്ലാം ആകാശത്ത് പോയി പൊട്ടുന്ന പടക്കങ്ങൾ നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് താഴെ നിന്ന് നമ്മൾ കൊളുത്തി കഴിഞ്ഞാൽ മേലെ പോയിട്ടാണ് പൊട്ടുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാമല്ലോ. നമ്മൾ വേലയ്ക്ക് പൂരത്തിനൊക്കെ കാണാറില്ലേ മേലെ പോയി പൊട്ടുന്ന, അതാണ്. ഓക്കെ, അത് നമ്മൾ കൊളുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടുന്ന പറഞ്ഞ് വെയിറ്റ് ചെയ്യാം കേട്ടോ. തുടങ്ങിയിട്ടില്ല. കണ്ടില്ലേ, ആകാശത്ത് പോയിട്ട് പൊട്ടുന്നൊരു നൈസായിട്ടുണ്ടല്ലേ?
അടിപൊളി സൂപ്പർ. നമ്മൾ മേരയ്ക്കും പൂരത്തിനൊക്കെ നൈസ് വൈബില്ലേ. എന്തായാലും സംഭവം കളറാണ് കേട്ടോ. വിഷു ഉഷാറായി എന്ന് പറഞ്ഞാൽ ഉഷാറായി. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയ്ക്ക് നല്ലൊരു വിഷു ആഘോഷിച്ചത്. അപ്പം നിങ്ങളൊക്കെ വിഷു എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരു രക്ഷയില്ല ഗൈസ്. തെങ്ങിന് തീ പിടിച്ചെന്നാ തോന്നുന്നു പടക്കം പൊട്ടിയിട്ട്. എല്ലാം ചെയ്യുന്നത് നമ്മുടെ ചെക്കനാട്ടോ. അവൻ തന്നെയാണ് മുഴുവൻ കൊളുത്തിയതും എല്ലാം ചെയ്തതും. അങ്ങനെ കണി കണ്ട് കുറേ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കൈ നീട്ടൊക്കെ കൊടുത്തതും നേരം വെളുക്കാറായി ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ പടക്കങ്ങൾ പൊട്ടിച്ചു. വിഷു കഴിയാറായി. വീണ്ടും അടുത്ത വിഷുവിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ. ഇതിനേക്കാൾ മികച്ചതാക്കും, കുറേ പടക്കങ്ങൾ വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസകൾ.